വർഷങ്ങളോളമായി നിങ്ങളുടെ കോമ്പറ്റീറ്ററുടെ പ്രോഡക്റ്റോ സർവീസസ് ആണ് സ്വീകരിക്കാറുള്ളത്. ഇതൊരു തർക്കമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം തർക്കങ്ങൾക്ക് കസ്റ്റമറുടെ അതേപോലെ തന്നെ സെയിൽസ് പേഴ്സണും കൂടി തർക്കിക്കാൻ നിന്നാൽ അത് എന്നേക്കുമായി ആ കസ്റ്റമറെ നഷ്ടപ്പെടും എന്നത് മാത്രമല്ല, ബാഡ് മൗത്ത് ഗോസ് ടു തൗസൻഡ്സ്. മോശം ഒരു അഭിപ്രായം എത്തിക്കഴിഞ്ഞാൽ അത് ആയിരങ്ങളിലേക്ക് എത്തും. ഗുഡ് മൗത്ത് ഗോസ് ഓൺലി ടു ഫ്യൂ നമ്പേഴ്സ്. വളരെ ചുരുക്കം ആളുകളോട് നല്ല കാര്യങ്ങൾ നമ്മളെ പറ്റി ആളുകൾ പറയുള്ളൂ. അപ്പൊ രണ്ട് തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ ഒരിക്കലും കോമ്പറ്റീറ്ററെ മോശമാക്കി പറയുകയല്ല ചെയ്യേണ്ടത്, അതിനെ അപ്രിസിയേറ്റ് ചെയ്തുകൊണ്ട് സാറ് പറഞ്ഞത് ശരിയാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സിനും സർവീസസിനുള്ള മികവുകൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയണം. ഇതേപോലെ ബൈയിങ് സൂൺ എല്ലാം കണ്ടു ഇഷ്ടപ്പെട്ടു എന്നാ വരട്ടോ എന്ന് പറഞ്ഞ് ഒരു കസ്റ്റമർ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം പിന്നെ ഒരിക്കലും വരില്ല എന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നെങ്കിലും അറിയാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ സാറ് പിന്നെ ഷോപ്പിൽ പോയിട്ട് എന്നാലും ഒരു 5 മണിക്കോ 6 മണിക്കോ ഞാൻ വിളിക്കട്ടെ, അല്ലെങ്കിൽ സാർ ആരോടാണ് ചോദിക്കാനുള്ളതെങ്കിൽ മകനോടോ ഭാര്യയോടോ ചോദിക്കാനുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് തരികയാണെങ്കിൽ ഞാനൊന്ന് വിളിക്കണോ, അല്ലെങ്കിൽ നാളെ ഇന്ന സമയത്ത് ഞാൻ വിളിക്കണോ എന്നൊക്കെ ചോദിച്ച അത്തരം തർക്കങ്ങളെ ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയാം. തർക്കം കൊണ്ട് ഒരിക്കലും തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഇങ്ങനെ 9ഓളം തർക്കങ്ങള് ഒരു ദിവസം നേരിടേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി ഡിഫെൻസീവായിട്ട് സെയിൽസ് പ്രോസസ്സിലേക്ക് കടക്കാൻ എംപ്ലോയീസിനെ ശാക്തീകരിക്കേണ്ടതുണ്ട്.